ഗൾഫ് മലയാളികൾക്ക് നാട്ടിലേക്കുള്ള യാത്ര എന്നത് കേവലം ഒരു അവധിക്കാല ആഘോഷം മാത്രമല്ല. അത് വർഷങ്ങളായുള്ള കാത്തിരിപ്പിൻ്റെയും വൈകാരികമായ ഒത്തുചേരലുകളുടെയും നിമിഷമാണ്. എന്നാൽ ഓരോ സ്കൂൾ അവധിക്കാലവും ഉത്സവ സീസണുകളും എത്തുമ്പോൾ ഈ യാത്രാമോഹങ്ങൾക്ക് മേൽ കരുനിഴൽ വീഴ്ത്തുന്നത് വിമാന കമ്പനികളുടെ അമിത നിരക്കുകളാണ്. പ്രവാസികളെ ആകർഷിക്കാൻ എയർ ഇന്ത്യ എക്സ്പ്രസും ഇൻഡിഗോയും ഉൾപ്പെടെയുള്ള പ്രമുഖ വിമാന കമ്പനികൾ പുതിയ ഇളവുകളും ഓഫറുകളും പ്രഖ്യാപിക്കുമ്പോഴും സാധാരണക്കാരായ പ്രവാസി കുടുംബങ്ങൾക്ക് നാട്ടിലെത്തണമെങ്കിൽ ഇപ്പോഴും ലക്ഷങ്ങൾ കടം വാങ്ങേണ്ട അവസ്ഥയാണ്. ആകർഷകമായ പരസ്യവാചകങ്ങൾക്കപ്പുറം വ്യോമയാന മേഖലയിലെ ഈ കച്ചവട തന്ത്രങ്ങളുടെ യാഥാർത്ഥ്യം എന്താണെന്ന് വിശദമായി നമുക്കൊന്ന് പരിശോധിക്കാം. അന്താരാഷ്ട്ര യാത്രക്കാരെ ലക്ഷ്യമിട്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് പ്രഖ്യാപിച്ച ഏറ്റവും പുതിയ ഓഫറാണ് എക്സ്പ്ലോർ മോർ സെയിൽ. രാജ്യാന്തര റൂട്ടുകളിലെ എക്സ്പ്രസ് ലൈറ്റ്, എക്സ്പ്രസ് വാല്യൂ എന്നീ വിഭാഗങ്ങളിലെ ടിക്കറ്റുകൾക്ക് 15% വരെ കിഴിവാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. ഈ ആനുകൂല്യം ലഭിക്കുന്നതിനായി നിശ്ചിത തീയതിക്കകം ടിക്കറ്റുകൾ ബുക്ക് ചെയ്യേണ്ടതുണ്ട്. കമ്പനിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ മൊബൈൽ ആപ്പ് വഴിയോ ബുക്ക് ചെയ്യുന്നവർക്ക് കൺവീനിയൻസ് ഫീസ് നൽകേണ്ടതില്ല എന്നതും, ഒരു തവണ യാതൊരു അധിക നിരക്കും കൂടാതെ യാത്രാ തീയതി മാറ്റാമെന്നതും ഇതിന്റെ പ്രത്യേകതകളായി കമ്പനി എടുത്തു പറയുന്നു. ടാറ്റ ന്യൂ പാസ് അംഗങ്ങൾക്ക് അധിക ഡിസ്കൗണ്ടും ന്യൂ കോയിനുകളും വാഗ്ദാനം ചെയ്തുകൊണ്ട് യാത്രക്കാരെ ആകർഷിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും സാധാരണക്കാരായ പ്രവാസികൾക്ക് ഇതിന്റെ യഥാർത്ഥ ഗുണം ലഭിക്കുന്നുണ്ടോ എന്നത് വലിയ ചോദ്യചിഹ്നമാണ്. വിമാന കമ്പനികൾ വലിയ തോതിൽ ഓഫറുകൾ പരസ്യപ്പെടുത്തുമ്പോഴും സ്കൂൾ അവധിക്കാലത്ത് നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന 4 അംഗ കുടുംബത്തിന് ആവശ്യമായി വരുന്നത് ഭീമമായ തുകയാണ്. അബുദാബിയിലോ ദുബായിലോ ഉള്ള ഒരു സാധാരണ പ്രവാസി കുടുംബത്തിന് കേരളത്തിലേക്ക് വന്ന് തിരിച്ചു പോകാൻ നിലവിലെ നിരക്കനുസരിച്ച് 4 ലക്ഷം രൂപയിലധികം ചെലവഴിക്കേണ്ടി വരുന്നു. പ്രവാസി സംഘടനകളും യാത്രക്കാരും ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന പോരായ്മ ഈ ഓഫറുകളെല്ലാം പേരിന് മാത്രമാണ് എന്നതാണ്. വിമാന കമ്പനികൾ നൽകുന്ന 15% ഇളവ് ടിക്കറ്റിന്റെ അടിസ്ഥാന നിരക്കിന്റെ, അതായത് ബേസ് ഫെയറിന്റെ മാത്രമാണ് ബാധകമാകുന്നത്. നികുതിയിലും മറ്റ് സർചാർജുകളിലും ഇതിൽ കുറവ് വരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല, സീസൺ അനുസരിച്ചും ആവശ്യക്കാരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചും നിരക്ക് തനിയെ ഉയരുന്ന ഡൈനാമിക് പ്രൈസിംഗ് രീതിയാണ് കമ്പനികൾ പിന്തുടരുന്നത്. എല്ലാ സർവീസുകളിലും എല്ലാ ദിവസങ്ങളിലും ഈ ഇളവ് ലഭ്യമാകില്ലെന്ന് എയർലൈൻ വൃത്തങ്ങൾ തന്നെ സമ്മതിക്കുമ്പോൾ പ്രവാസികൾ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ ഈ ഓഫറുകൾ വെറും ജലരേഖയായി മാറുകയാണ്. മറുഭാഗത്ത് ചെക്ക് ഇൻ ലഗേജുകളില്ലാതെ യാത്ര ചെയ്യുന്നവർക്കായി ഇൻഡിഗോ എയർലൈൻസ് അവതരിപ്പിച്ച പുതിയ പദ്ധതിയാണ് ഇൻഡിഗോ ലൈറ്റ്. കയ്യിൽ കരുതുന്ന 7 കിലോ വരെയുള്ള ക്യാബിൻ ബാഗ് മാത്രം ഉപയോഗിച്ച് യാത്ര ചെയ്യുന്ന എക്കോണമി ക്ലാസ് യാത്രക്കാർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. ടിക്കറ്റ് നിരക്കിൽ 400 മുതൽ 500 രൂപ വരെ കുറവ് ലഭിക്കുമെന്നതാണ് ഇതിന്റെ ആകർഷണം. യാത്രക്കാർ ഉപയോഗിക്കുന്ന സേവനങ്ങൾക്ക് മാത്രം പണം ഈടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിമാന കമ്പനി ഈ എൻട്രി ലെവൽ ടിക്കറ്റ് നിരക്കുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. കുറഞ്ഞ ദിവസത്തെ സന്ദർശനത്തിനായി പോകുന്നവർക്കും ബിസിനസ് യാത്രക്കാർക്കും ഇത് പ്രയോജനപ്പെടുമെങ്കിലും വർഷത്തിലൊരിക്കൽ വലിയ പെട്ടികളുമായി നാട്ടിലേക്ക് മടങ്ങുന്ന സാധാരണക്കാരായ ഗൾഫ് പ്രവാസികൾക്ക് ഈ ഓഫർ കൊണ്ട് കാര്യമായ നേട്ടമില്ല. ഭക്ഷണം, സീറ്റ് സെലക്ഷൻ, അധിക ലഗേജ് എന്നിവ ആവശ്യമായി വന്നാൽ യാത്രക്കാർ വീണ്ടും വലിയ തുക നൽകി ഇവ ആഡ് ഓൺ ചെയ്യേണ്ടി വരും. ഇന്ത്യയിലെ പ്രമുഖ നഗരങ്ങളെയും വിമാനത്താവളങ്ങളെയും ഗൾഫ് മേഖലയുമായി ബന്ധിപ്പിച്ച് ആഴ്ചയിൽ 100 കണക്കിന് സർവീസുകൾ നടത്തുന്ന കമ്പനികൾ എന്തുകൊണ്ടാണ് സീസൺ സമയങ്ങളിൽ ഇത്രയധികം തുക ഈടാക്കുന്നത് എന്നത് വർഷങ്ങളായുള്ള തർക്ക വിഷയമാണ്. വ്യോമയാന മേഖലയിലെ കടുത്ത മത്സരവും പ്രവർത്തന ചെലവുകളും കാരണമാണ് നിരക്ക് വർദ്ധിപ്പിക്കേണ്ടി വരുന്നത് എന്നാണ് കമ്പനികളുടെ വാദം. എന്നാൽ പ്രവാസികളുടെ ആവശ്യങ്ങളെ ചൂഷണം ചെയ്യുന്ന തരത്തിലുള്ള ഈ നിരക്ക് വർധനവിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളാണ് ഉയരുന്നത്. ചാർട്ടേഡ് വിമാന സർവീസുകൾ ഏർപ്പെടുത്തുമെന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും ഇതുവരെയും പൂർണ്ണമായി യാഥാർത്ഥ്യമായിട്ടില്ല. സാധാരണക്കാരായ പ്രവാസികളുടെ അവധിക്കാല യാത്രാ ബഡ്ജറ്റിനെ താളം തെറ്റിക്കുന്ന ഇത്തരം സീസൺ കൊള്ളകൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഓഫറുകളുടെ തിളക്കമുള്ള പരസ്യങ്ങൾക്ക് പിന്നിലെ നിബന്ധനകൾ കൃത്യമായി മനസ്സിലാക്കി വേണം യാത്രക്കാർ തങ്ങളുടെ യാത്രകൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യാൻ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.